ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരമ്മയുടെ വാത്സല്യവും കരുതലുവാ എൻ്റെ മകൾക്ക് ഈ പ്രായത്തിൽ ഇപ്പോൾ ആവശ്യം. ആ സ്നേഹം അവൾക്കിപ്പോൾ ആവോളം കിട്ടുന്നുണ്ട്. അതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. സമയമായില്ലെന്നാ ഞാൻ ചോദിച്ചത്. ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളെല്ലാവരും ഇല്ലേ? എടാ, ക്ഷേത്രത്തിൽ പോയി നേർച്ച നേർന്നതുകൊണ്ടും വഴിപാട് കഴിച്ചതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടാവില്ല. നീ അറിവുള്ളവനാ. ഞാൻ പറയാതെ തന്നെ എന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗൗരിയുടെ അമ്മയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിക്കുന്നത്? അതെ, നിന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മയാ ഞാൻ. നിന്റെ ജീവിതം ഇങ്ങനെ എരിഞ്ഞു തീരുന്നത് കാണാൻ എനിക്ക് വയ്യ മോനെ. മോനെ, എന്നും നിങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിൽ ഉറങ്ങിയാൽ മതിയോ? പിന്നെ എന്ത് വേണമെന്ന് അമ്മ പറയുന്നേ? ഞാൻ അമ്പലത്തിലേക്ക് വന്നത് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. മരിക്കുന്നതിന് മുൻപ് നിനക്കൊരു കൂട്ടുണ്ടായി കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അമ്മേ, അതിനെനിക്ക് എൻ്റെ സമ്പ്രദായം മറക്കാൻ കഴിയണ്ടേ? ഗൗരിയുടെ അമ്മ എൻ്റെ ഭാര്യയാവണമെങ്കിൽ എനിക്ക് സമ്പ്രദായം മറക്കാൻ കഴിയണം. അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ എങ്ങനെയാ ഞാൻ മറ്റൊരാളെ എൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കാം? നഷ്ടങ്ങളും വേർപിരിയലുകളും അനുഭവിക്കാതെ ഒരു മനുഷ്യനെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല. സ്വന്തം ഇടം നഷ്ടപ്പെട്ട അത് ഭാര്യയായാലും ഭർത്താവായാലും ആ ദുഃഖവും പേറി കുറേ കാലം ജീവിക്കും. പക്ഷേ പിന്നെയും ജീവിതം മുന്നോട്ട് പോയല്ലേ പറ്റൂ. മോനെ, ആ അധ്യായം കഴിഞ്ഞു. സത്യം ഇനിയെങ്കിലും നീ അംഗീകരിച്ചേ പറ്റൂ. അമ്മ പഴയതെല്ലാം മറന്നു. അത് മറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. പക്ഷെ കഴിയണ്ടേ അമ്മേ? മനസ്സല്ലേ, അത് നമുക്ക് തോന്നുമ്പോൾ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണോ? അത് സ്വയം മാറണ്ടേ? എടാ, വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നീ അത് ആലോചിച്ചേ പറ്റൂ. അമ്മേ, അമ്മ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നതൊക്കെ എനിക്കറിയാം. പക്ഷേ അത്ര പെട്ടെന്നൊന്നും എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഒരമ്മയുടെ വാത്സല്യവും കരുതലുവാ എൻ്റെ മകൾക്ക് ഈ പ്രായത്തിൽ ഇപ്പോൾ ആവശ്യം. ആ സ്നേഹം അവൾക്കിപ്പോൾ ആവോളം കിട്ടുന്നുണ്ട്. അതിനപ്പുറം മറ്റൊന്നിനെക്കുറിച്ചും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. പറ്റുന്നില്ലമ്മേ. എനിക്കൊന്ന് ഉറങ്ങണം. അമ്മ ചെന്നേ, വാ, ചെന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോ.
ഹാപ്പി ഗോകുൽ. ഒരു വല്ലാത്ത സമാധാനം. ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു പീസ് ഓഫ് മൈൻഡ്. ഇറ്റ്സ് അമേസിംഗ്. ആ, ഇനി പോകുമ്പോ നമുക്ക് ഇവിടെ ഒരു 2 ദിവസം ഭജന ഇരിക്കണം. അതിനെന്താ, എപ്പോ വേണം താൻ പറഞ്ഞാ മതി. ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്നാ തിരിച്ചു പോരാനേ തോന്നില്ല. ആ, അല്ലെങ്കിൽ തന്നെ ആ കള്ളക്കണ്ണനെ കണ്ട് മതിയായവരാരെങ്കിലും ഉണ്ടോ? അത് ശരിയാ. ഗൂഗിൾ, നമുക്ക് ഗുരുവായൂരെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ചാലോ? അല്ലെങ്കിൽ ഫ്ലാറ്റ് വാങ്ങിച്ചാലോ? താൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ, എന്ത് കാര്യം? ഫ്ലാറ്റ് വാങ്ങുന്ന കാര്യം തന്നെ. അവിടെ എന്റെ ഒരു ക്ലയന്റിന്റെ 2 ഫ്ലാറ്റ് കൊടുക്കാനിട്ടിരിക്കുക. എങ്കിൽ നമുക്കതൊന്നും മേടിച്ചാലോ? വരട്ടെ, അയാളുടെ കേസ് ജയിപ്പിച്ചു കൊടുത്തിട്ട് വക്കീൽ ഫീസായിട്ട് അതിനെ മേടിക്കാൻ എന്റെ പ്ലാൻ. എന്തൊരു വക്കീൽ ബുദ്ധി. ആ പിന്നെ എന്റെ മനസ്സിൽ വേറൊരു ഐഡിയ ഉണ്ട്. ഞാനത് ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ ഗുരുവായൂരപ്പനോട് ഇത്രയ്ക്കും വലിയൊരു സ്വകാര്യം? എന്റെ ഒരു ആഗ്രഹം. എന്താഗ്രഹം? അത് തന്റെ അസുഖം മാറിക്കഴിഞ്ഞാ ഗുരുവായൂരപ്പന്റെ മുമ്പില് തന്റെ ഒരു വീണക്കച്ചേരി നടത്തണം. ഞാൻ ഗുരുവായൂരപ്പനോട് നേർന്നതാ. എന്റെ അസുഖം മാറാനുള്ള നേർച്ചയല്ലേ? നേർന്നത് അങ്ങനെയാണെങ്കിലും ഇപ്പോ എന്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ്. കൂത്തമ്പലത്തിലിരുന്ന് താൻ വീണ വായിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്വപ്നം കാണും. ഓ, താങ്ക് ഗോഡ്. താനില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പോലും എത്തില്ലായിരുന്നു. നമ്മുടെ മോളുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക്. അതിന് താൻ തന്നെയും സെന്റിയാവുന്നേ. എടോ, തനിക്ക് സന്തോഷം വരാൻ വേണ്ടിയല്ലേ ഞാനീ പറഞ്ഞത്. ഷോ, തന്റെ ആഗ്രഹം പോലെ ഞാൻ ഗുരുവായൂരപ്പന്റെ മുന്നില് വീണ കച്ചേരി നടത്തും. ആ, എന്നാലേ ഞാനും നമ്മുടെ മോളും കൂടി മുൻനിരയിലിരുന്ന് അത് കണ്ണു നിറച്ച് കാണും. അല്ലേടാ ഗൗരിമോളെ, അല്ലേ?